എൻ്റെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയ സഹോദരി സഹോദര കുഞ്ഞെ, നിങ്ങളൊരിക്കലും ഈ സത്യം അറിയാതെ പോകരുത്. നിങ്ങൾ ഏത് സമുദായത്തിൽ പിറന്നവരാട്ടെ, വിശുദ്ധ ബൈബിൾ വായിക്കാതെ നിങ്ങൾ ഈ ലോകം വിട്ടു പോകരുത്. അങ്ങനെ പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ ഒരു നഷ്ടമായിരിക്കും. ഏത് വിദ്യാഭ്യാസമില്ലാത്തവനെ അവനെ അറിവുള്ളതാക്കുന്ന ഒരേ ഒരു പുസ്തകം ലോകത്തിൽ വിശുദ്ധ ബൈബിളാണ്. പാസ്റ്റർ ബി എ തമ്പിച്ചായൻ്റെ തുടക്കം ആദ്യം ഇവിടെ നിന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ തിയേറ്ററിൽ നിന്നല്ല കേട്ടോ. ഈ തിയേറ്റർ ഇരുന്നിടത്ത് പണ്ടൊരു ചെറിയ കുടില് പോലൊരു വീടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് താമസിക്കാൻ വകയില്ലാഞ്ഞിട്ട് ഈ വീട്ടിൽ ഒരാൾ സൂയിസൈഡ് ചെയ്തതാണ്. അതാരും മേടിക്കാതിരുന്ന സമയത്ത് ഇദ്ദേഹം ചെറിയൊരു വാടകയ്ക്ക് ഇവിടെ ആ വീടെടുക്കുകയും ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയും ചെയ്തുകൊണ്ടാണ് ആദ്യം പ്രവർത്തനം തുടങ്ങിയത്. അതിനുശേഷം ചങ്ങനാശ്ശേരി NSS കോളേജിനോട് ചേർന്നുള്ള ഈ റോഡിൽ ഈ കാണുന്ന ഇത്രയും സ്ഥലം അദ്ദേഹം ചർച്ചിനായി വാങ്ങി. പിന്നീട് ഇത് വേറൊരു വ്യക്തി ഇതിൻ്റെ പകുതി സ്ഥലവോളം വിലക്കെടുക്കുകയും പിന്നീട് ചർച്ച് ഇത്രയും ഭാഗമായിട്ട് ഒതുങ്ങുകയും ചെയ്തു. ഇന്ന് ചങ്ങനാശ്ശേരി ഈ ചർച്ചിൽ ആരാധന നടക്കുന്നു. അന്നിതൊരു ചെറിയ ചർച്ച, ഇന്ന് നല്ല രീതിയിൽ ഇവിടെ കർത്താവിൻ്റെ ദാസന്മാർ ആരാധന നടത്തിപ്പോരുന്നു. ഒരുപാട് സുവിശേഷ വേദികളിൽ ദൈവവചനം പങ്കുവയ്ക്കുവാൻ കർത്താവുന്ന സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുന്നു. എല്ലാ ദിവസവും ക്ഷീണിക്കുന്നതായിത്തീരുന്നു. One man in this whole chapter started to think there must be. ഇതാണ് തമ്പിച്ചായൻ്റെയും മറിയാമ്മ ആൻറ്റിയുടെയും വിശ്വാസ ഭവനം. ഇവർ ഈ വീട് വാങ്ങുമ്പം മുതൽ ഇതിങ്ങനെ തന്നെയാണ്. ഇതിലൊരു മോഡിഫും ഇവർ ചെയ്തിട്ടില്ല. ഇന്നുള്ള ദൈവദാസന്മാരുടെ ഭവനങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഓട് പോലും മാറാതെ ഈ ഭവനം ഇവർ രണ്ടുപേരും മരിക്കും വരെ ഇതുപോലെ തന്നെ നിലനിൽക്കുകയായിരുന്നു. അനേക കഷ്ടങ്ങളിലൂടെ കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങിത്തിരിച്ച ഒരു ദൈവദാസനാണ്. പിന്നീട് ദൈവം മാനിച്ചു. ഒരിക്കൽ അദ്ദേഹം ഒരു ഓസ്ട്രേലിയയിൽ പോയ ഒരു സംഭവം പറയുകയുണ്ടായി. അത് ഞാൻ കേട്ടതാണ്. അന്ന് ഓസ്ട്രേലിയയിൽ ചെന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ നിന്ന് ഉദ്ദേശിച്ച രീതിയിൽ കർത്താവിൻ്റെ വേലയ്ക്കായി അവിടെ നിന്ന് ഫണ്ടുകൾ ശേഖരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സായിപ്പ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയുണ്ടായി, തമ്പി, ഈ വെക്ക് ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഗോതമ്പ് വിൽക്കാൻ പറ്റിയിട്ടില്ല, ഗോതമ്പിന് വിലയില്ല, നിനക്ക് വേണമെങ്കിൽ ഇന്ത്യയിലേക്ക് ഈ ഗോതമ്പ് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ആൾ അതിബുദ്ധിമാനും നല്ല ധൈര്യശാലിയുമാണ് ഈ തമ്പി പാസ്റ്റർ. അദ്ദേഹം സായിപ്പിനോട് പറഞ്ഞു, എനിക്ക് ഈ ഗോതമ്പ് തരിക, ഞാനിത് ഇന്ത്യയിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ സായിപ്പ് കൈ കൊടുത്തു, നീ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. സായിപ്പിൻ്റെ ബുദ്ധി ചിന്തിച്ചത് ഇവനെങ്ങനെ ഈ ഗോതമ്പ് ഇന്ത്യയിൽ കൊണ്ടുപോകാമെന്നാണ്. ഉടനെ തന്നെ ഇദ്ദേഹം പോയി ഒരു ബ്രോക്കറെ, അതായത് ഗോതമ്പിൻ്റെ ബ്രോക്കറെ കണ്ട് ഈ കൊണ്ടുവന്ന് ഗോതമ്പ് കാണിച്ച് വില ഉറപ്പിക്കുകയും ഇത് കച്ചവടം ചെയ്ത് കാശ് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെയുള്ള വലിയ കർത്താവ് അദ്ദേഹത്തിന് ശലോമോൻ്റെ ജ്ഞാനം പോലെ ജ്ഞാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അനേക ആയിരങ്ങളെ യേശുക്രിസ്തുവിൽ ജീവൻ പ്രാപിപ്പിച്ചിട്ട് പാസ്റ്റർ വി എ തമ്പിച്ചായനും സിസ്റ്റർ മറിയാമ്മ തമ്പിയും സുഖനിദ്ര പ്രാപിക്കുന്ന അവരുടെ വിശ്രമ സ്ഥലമാണ് ഈ കാണുന്നത്. കർത്താവിൻ്റെ വരവിങ്കൽ ഇവരിവിടെ നിന്ന് പറന്നുയരും. ആ പ്രത്യാശയോടുകൂടെ ഞങ്ങളെല്ലാവരും ആയിരിക്കുന്നു. ഇവരുടെ മാതൃക
ഞങ്ങൾക്കും പിന്തുടരുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ആമേൻ. കർത്താവിൻ്റെ രക്തവും മാംസവും വാങ്ങി ഭക്ഷിക്കുന്ന ഒരു ഭാഗമാണ് ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ഒരു ശുശ്രൂഷയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്തൃമേശ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷമ ഏറ്റുവാങ്ങിച്ച് ഞങ്ങളിതിൽ പങ്കെടുക്കാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ അപ്പത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പം എടുത്ത് വാഴ്ത്തി. ഇത് കണ്ടോ, ഇതിങ്ങനെ പുറകോട്ട്, ഇത് എത്ര ഏക്കറ ഈ സ്ഥലമെന്ന് എനിക്ക് അതും കറക്റ്റ് എനിക്കറിയില്ല. ഇന്ന് ഇവിടെ ആയിരക്കണക്കിന് വിശ്വാസികൾ വന്ന് ഈ പുരയിടത്തിലിരുന്ന് കർത്താവിനെ പാടി ആരാധിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ നീതിയോടുകൂടി കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിച്ചാൽ ദൈവം അദ്ദേഹത്തിന് എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. കണ്ടോ, ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇന്ന് ഇവിടെ വന്ന് കൂടുന്നത്. ഇന്ത്യയുടെ നാനാഭാഗത്തായിട്ട് 2000 പരം ചർച്ച് ഇന്ന് ഈ ദൈവദാസൻ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി ഇരുന്നത് കൊണ്ട് ഇന്ന് കർത്താവ് സ്വർഗത്തിലെ ദൈവം അദ്ദേഹത്തിന് കൊടുത്ത് അനുഗ്രഹിച്ചു. പ്രിയ തമ്പിച്ചായൻ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ കൺവെൻഷൻ വെക്കാൻ ഇവിടെ ഈ സ്ഥലം ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഉടമ കൊടുക്കത്തില്ല എന്ന് പറയുകയുണ്ടായി. അന്ന് ദൈവദാസൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാനിടയായി, കർത്താവേ, ഈ സ്ഥലം എനിക്ക് ഒരു കൺവെൻഷൻ സ്ഥലമാക്കി തരണം, അല്ലെങ്കിൽ എനിക്കിത് നീ സ്വന്തമാക്കി തരണം. ആ ദൈവദാസൻ്റെ ആ കണ്ണീരോടുള്ള പ്രാർത്ഥന കർത്താവ് സ്വർഗം തുറന്ന് കേട്ടു. ഇന്ന് ഈ കാണുന്ന സ്ഥലം എല്ലാം പുള്ളിയുടെ സ്വന്തമാണ്. ഇന്ന് അനേക ദൈവമക്കൾ ഇവിടെ വന്ന് കർത്താവിനെ ആരാധിക്കുന്നു. ആ ചെറിയ ചർച്ചിൽ നിന്ന് ഇന്ന് ഈ കാണുന്ന വലിയ ചർച്ചിലോട്ട് അധികം താമസിക്കാതെ തന്നെ പ്രിയ തമ്പിച്ചായന് മാറേണ്ടി വന്നു. ഇപ്പോൾ ഇവിടെ 49ാമത് ജനറൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് കൂടുതൽ ചരിത്രം അറിയത്തില്ലെങ്കിലും ഞാൻ പറയുന്നതിൻ്റെ അകത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടാകാം. അത് ഇതിൻ്റെ പാരമ്പര്യ ആൾക്കാർ എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാവുന്ന അറിവിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ ആയിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ പ്രിയ ഭൃത്യൻ ഈ ചിങ്ങവനത്തും ഒരു ചെറിയ ചർച്ച തുടങ്ങാൻ ഇടയായി. ഇത് ഇദ്ദേഹത്തിൻ്റെ താനായിരിക്കുന്ന കനാനായ സമൂഹത്തെ നേടണം, തൻ്റെ സഹോദരങ്ങളെ നേടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇവിടെ ചെറിയ ഒരു സ്ഥലം അന്നേ മേടിച്ച് ഇട്ട് ശുശ്രൂഷ തുടങ്ങിയിരുന്നു. വിശ്വാസികളുടെയും സഭാ പാസ്റ്റർമാരുടെയും ദുഃഖം കേൾക്കാനായി തമ്പിച്ചാനിരുന്ന ചെയറാണിത്. എത്രയോ പേരുടെ പ്രയാസങ്ങളും ഈ ചെയറിലിരുന്ന് ഈ ദേഹത്തിൽ
കേട്ടിട്ടുണ്ട്. എനിക്ക് പാസ്റ്റർ വി എ തമ്പിച്ചായനെ 1970 കാലഘട്ടം മുതലാണ് അറിയാവുന്നത്. അന്ന് ചങ്ങനാശ്ശേരി ഭാഗത്ത് കടന്നു വരികയും ഞങ്ങളെയൊക്കെ കർത്താവിൻ്റെ വചനം പറഞ്ഞ് അത് മനസ്സിലാക്കുകയും ചെയ്തു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, അത് അറിയാതെ ഇരുന്നിരുന്നു എങ്കിൽ ദൈവം ആരെന്ന് അറിയത്തില്ലായിരുന്നു.